നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒക്കെ കിട്ടുമ്പോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ബൈഹാർട്ട് ചെയ്തു വെച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു കണ്ടന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താറുണ്ട് തീർച്ചയായിട്ടും. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് സമയമൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത്. എല്ലാവരും പറയും ഇങ്ങനെയല്ല വേണ്ടത്, ഒരു കൺസിസ്റ്റൻസി വേണം, ശരിയാണ്. പക്ഷെ ഇപ്പോ ആഴ്ചയിൽ ഇന്ന ദിവസങ്ങൾ നമ്മുടെ വീഡിയോ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല, ക്ഷമിക്കണം. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ദിവസം വെച്ചു, പക്ഷെ ഓൾമോസ്റ്റ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അതിന്റെ ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊരു ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഫ്രീ ക്ലാസ് തന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെയ്യണം എന്നുള്ളത് കുറെ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടതൊന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിലെ ഞാൻ പറയുന്നുണ്ട്. അതായത് ഇന്ന് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഫോണിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കോളേജിൽ പോയിരുന്നിട്ടുള്ള ഫ്രീ ടൈമിൽ കേട്ട ഒരു കാര്യമാണ്. പാലക്കാട് 14 വയസ്സുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു കാര്യവും, അത് സ്കൂൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതൊന്ന് കേട്ടു. കാരണം സാധാരണ ഇത്തരം ന്യൂസുകളൊക്കെ വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് നോക്കാറില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് നമ്മളിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പറയും. നമ്മള് എന്ത് ഫീലിങ്സ് ആണോ, എന്ത് ഇമോഷൻ ആണോ നമ്മുടെ ഉള്ളിൽ വരണത് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളത്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് കാരണമാകുന്നുള്ളതുകൊണ്ട് ഒരുപാട് ആഴത്തിൽ അതിലേക്ക്, പ്രത്യേകിച്ച് ഞാന് എന്ത് വിഷമത കണ്ടാലും മറ്റുള്ളവരുടെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്നുള്ള ബാക്കി കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ചില ആളുകളുണ്ടല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് അങ്ങനെ വന്നിരുന്നെങ്കിൽ, എന്റെ വീട്ടിൽ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ സ്വയം വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ കുറച്ച് കൂടുതലുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോ അത് ഒരു സ്കൂൾ ടീച്ചറെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് കേട്ടു, അത്രമാത്രം. പക്ഷെ ഇന്നത്തെ വീഡിയോ ആരെയും ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കുട്ടികൾ മാത്രമല്ല പേരൻസും ടീച്ചേഴ്സ്, ഞങ്ങൾ ഉൾപ്പെടുന്ന ടീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ ടീച്ചർ ആണെങ്കിലും ഞാനൊരു പേരന്റും ആണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് എല്ലാ മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ, അത് യാഥാർത്ഥ്യമായിട്ടുള്ള കുറച്ച് തിരിച്ചറിവുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആകർഷണ നിയമത്തെ കുറിച്ചൊക്കെ സ്കൂൾ തലം തുടങ്ങി ഒരു ആഴ്ചയിൽ ഒരു പീരീഡ് എങ്കിലും നമ്മള് സന്മാർഗ പാഠം, വേദപാഠം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോ കുട്ടികൾക്ക് അങ്ങനെ എന്താണ് MI എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് അതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഓക്കെ, ശരി തന്നെ. പണ്ട് നമുക്ക് ഡ്രോയിങ് പീരീഡ് ഉണ്ടായിരുന്നു അല്ലെ, അതുപോലെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് പൂക്കൾ നിർമ്മിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അത് ഉണ്ടാകും, ഉള്ള സ്കൂളുകളും കാണുമായിരിക്കും. എങ്കിൽ പോലും ഒരു ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആകർഷണ നിയമം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട്, അതും പ്രത്യേകിച്ച് ചെറിയ ക്ലാസ് തുടങ്ങിയത് അറിഞ്ഞാലാണ് അവരിൽ നല്ല ഒരു ഇനിയുള്ള ഒരു തലമുറയിൽ എത്രത്തോളം മിറാക്കിൾ അത് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളെന്നല്ല, ഇപ്പൊ ഞാനൊക്കെ എന്നാ ഈ ഒരു കാര്യം അറിയാൻ തുടങ്ങി 2-3 വർഷങ്ങളായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 10-38 വയസ്സിലൊക്കെയാണ് ഈ ആകർഷണ നിയമം എന്താന്നുള്ളത് അറിയുന്നത് പോലും. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിന്റെ നല്ലൊരു പാർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതേക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും എല്ലാം. എന്നാൽ ഇതൊക്കെ എത്രയോ കാലം മുമ്പുള്ള കാര്യമാണ്. നമ്മുടെ പ്രപഞ്ചമുള്ള ഒക്കെ തുടങ്ങിയുള്ള ഒരു നിയമമാണിത്. ഇതൊക്കെ ഒരു മനുഷ്യരില് അല്ലെങ്കിൽ പ്രപഞ്ചത്തില് എന്തൊക്കെ ഇതിന് ഇമ്പാക്ട് വരുത്താൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത് ഈ പറയുന്ന സ്കൂൾ തലം തുടങ്ങി ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ എത്ര ആളുകള് കുട്ടികൾക്ക് ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക പഠിക്കുക. പഠിത്തത്തിൽ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ ഉൾപ്പെടുന്ന ടീച്ചേഴ്സും പാരൻസും
ഒക്കെ അവരെ പ്രഷർ ചെയ്യിക്കുന്നത്. ചെറിയ ക്ലാസ് തുടങ്ങി, ഇത് LKG UKG പോലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് ഓർക്കണം. ആ ഒരു എന്താ പറയണേ, ഒരു 3-4 വയസ്സ് തുടങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആരാ ശരിക്കും ഇതിന് കാരണക്കാരെന്ന് ചോദിച്ചാൽ ശരിയാണ്, മാർക്ക് കൊണ്ട്. ഞാൻ ഇപ്പോ അത് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെ അടുത്തും അതുപോലെ ഇപ്പൊ കോളേജില് കുട്ടികളുടെ അടുത്താണെങ്കിലും ഞാൻ പറയാറുണ്ട്, ശരിയാണ്, ജസ്റ്റ് പാസ്സാവുക. അതായത് വലിയ മാർക്ക് എന്നുള്ള രീതിയിലൊന്നും അല്ല. നിങ്ങൾ ഒരു സപ്ലൈ കൂടാതെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പാസ്സായി ഇയർ ബാക്ക് വരാത്ത വിധം നിങ്ങളൊന്ന് പാസ് ഔട്ട് ആകാൻ പറയാറുണ്ട്. ആസ് എ ടീച്ചർ അങ്ങനെ ഞാൻ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സംഭവം വന്നപ്പോ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കമ്പൽ ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എവിടെയാണ് ഇവർക്ക് 50% താഴെ മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇന്ന് ഏത് പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ എല്ലാം ഒരു ശരാശരി എന്ന് പറയുന്നത് 90% എബവ് ഉള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കുന്ന രീതിയിലായി കഴിഞ്ഞു. ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. 100 ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ 90 എണ്ണവും 99 പോയിന്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. 95 എബവ് ഉള്ളവരായിരിക്കും. 90 പോലും ബാക്കിലേക്ക് പോകുന്നു. പിന്നെയാണോ 80-70 ഒക്കെ ശതമാനം മാർക്ക് വാങ്ങിക്കുന്നവര്. ഇതാണ് രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളെ പഠിക്കുക എന്ന് ഫോഴ്സ് ചെയ്യുന്നതിന്റെ കാരണം. ഞാൻ മറ്റൊന്നും അല്ല ഇവിടെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യപ്പെടുമ്പോഴും ആ കുട്ടികളിൽ ഉള്ള ഒരു പ്രഷർ എന്താണ് എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് +2 സയൻസ് ഒക്കെ എടുപ്പിച്ച് ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്നുകൂടി വരുമ്പോഴത്തേക്ക് അവരുടെ പ്രഷർ ഭയങ്കരമായിട്ടും കൂടുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഏതൊരു കുട്ടിയെയും ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പരാജയത്തെ നേരിടാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. കോപ്പിംഗ് വിത്ത് ഫെയിലിയർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാതെ എത്ര സബ്ജക്റ്റിന് A+, A1 ഉണ്ട് എന്നോ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് മാർക്ക് വാങ്ങിച്ചു എന്നോ കേവലം ആഴ്ചകൾ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു മാസം മാത്രം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും മാത്രം ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് വരും അല്ലെ. പക്ഷെ അതാണോ നമുക്ക് ലൈഫിൽ വേണ്ടത്? അല്ല. അത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം, അക്കാദമിക്കലി മാത്രം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തില് അവരല്ല ഏറ്റവും ടോപ്പിലെത്തുന്നത്. പരാജയങ്ങൾ ഉണ്ടാകും ജീവിതത്തിലെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പരാജയങ്ങളെ എങ്ങനെ നേരിടാം, അതിന് റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അനുഭവങ്ങൾ സമ്മാനിക്കുക. മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് പേരൻസിന് അനുഭവങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വിശപ്പിന്റെ വില അറിയിച്ചു കൊടുക്കാം. ഇപ്പോ എന്താ ചെയ്യുന്നേ, വൈകുന്നേരം വന്നിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ല, അയ്യോ എന്റെ മോൻ അല്ലെങ്കിൽ മോൾ അത് കഴിക്കില്ല, അവൻ അത് ഇഷ്ടമല്ല. അപ്പോ തന്നെ നമ്മൾ ഉടനെ പുറത്തുനിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതങ്ങ് ഓർഡർ ചെയ്ത് വാങ്ങിപ്പിക്കുക. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എവിടുന്നാന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. ഈ ഒരു ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ച് മരിച്ചു പോകുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ. ഇത് പറയുമ്പോ പറയും നിങ്ങൾ നിങ്ങളുടെ മക്കൾ, ഞാൻ പറയാറുള്ള ഡയലോഗാണ്. ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത് പറയാം, ഒരു വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കും. അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വേണ്ട, ഒരു രാത്രി അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. ചിലപ്പോ ഒന്നും കഴിച്ചില്ല എന്ന് തന്നെ വരും. ചിലപ്പോ കാര്യം നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും വിശക്കുമ്പോ തനിയെ വന്ന് ഏത് ഭക്ഷണമാണെങ്കിലും എടുത്ത് കഴിക്കുകയും ചെയ്യും. അതിന് അസാധ്യ രുചി അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് എത്ര പണം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ്, ശരിയാണ്, അച്ഛന്റെയും അമ്മയുടെയും വരുമാനത്തിന്റെ ഉറവിടം, അതിന്റെ വീട്ടു ചെലവ് കാര്യങ്ങളൊക്കെ മക്കൾ അറിഞ്ഞു തന്നെ വളരണം. പക്ഷെ എന്നിരുന്നാൽ പോലും പോക്കറ്റ് മണി കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ടും അവർക്ക് ഓരോ രൂപയുടെ മൂല്യത്തെ അറിയിക്കുന്ന വിധം തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം യെസ് പറയാതെ അവരെ അതിന്റെ വാല്യൂ അറിയിച്ചു തന്നെ. അതായത് ഒരു പൈസയും വെറുതെ കിട്ടുന്നതല്ല, ആർക്കും വെറുതെ റോഡിൽ കിടന്ന് കിട്ടുന്നതൊന്നും അല്ലല്ലോ. ഏത് 1 രൂപ ഉണ്ടാക്കണമെങ്കിലും അതിന്റെ അധ്വാനം ഉണ്ട്. ഇത് ഞാൻ വളരെ വിലമതിച്ച് കാണുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. കല്യാൺ ജുവലേഴ്സിന്റെ അവരുമായിട്ട് നടത്തിയ, കല്യാണരാമൻ സാർ അവരുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടതോടുകൂടി ഞാൻ മനസ്സിലായി എത്ര അവർക്ക് എന്താണ് പൈസക്ക് യാതൊരു എന്താ പറയുന്ന ഒരു
കുറവില്ലാത്തൊരു ഫാമിലി, അത്ര ഹൈ ക്ലാസ്സിൽ നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ കുട്ടികളെ വളർത്തുമ്പോൾ പണത്തിന്റെ മൂല്യം അറിയിച്ചു തന്നെ ഓവറായിട്ട് എക്സ്പെൻസ് വരാത്ത വിധം, ചെലവാക്കാത്ത വിധം ഒക്കെ അവർക്ക് തന്നെ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കാര്യമാണ് പരാജയങ്ങളെ നേരിടാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, അനുഭവങ്ങൾ സമ്മാനിക്കുക. കാരണം പല അനുഭവങ്ങൾ സമ്മാനിക്കുമ്പോൾ അവര് നേരിട്ട് അതിനെ ഫേസ് ചെയ്യും. നേരിട്ട് ഫേസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. പല കടമ്പകൾ അതിനകത്ത് വരും. എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ചാടിക്കയറി അത് നേരിടാൻ പറ്റിയെന്ന് വരില്ല. ആ കുട്ടി നടക്കുന്നത് പോലും അങ്ങനെയാ, എത്രയോ തവണ വീണിട്ടാണ് നടക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പൊ എവിടെയും തടസ്സങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഒന്നും നമ്മുടെ ജീവിതത്തെ എന്താ പറയുന്ന തീർക്കുന്ന ഒരു കാര്യമല്ല. ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടുള്ളതാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇതെങ്ങനെ തുറന്ന മനസ്സാലെ ആസ്വദിക്കാം? എല്ലാ കുട്ടികൾക്കും പേരൻസ് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോ പല സ്പോർട്സിന് താല്പര്യമുള്ള കുട്ടികളെ അതിന് വിടുമായിരിക്കും. ശരിയാണ്, എന്തെങ്കിലും ഒന്നിൽ ലഹരി ആകും ചിലപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സ്പോർട്സിന് ലഹരി ആകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അങ്ങനെ അല്ലാതെ തന്നെ യോഗ, തീർച്ചയായിട്ടും ഒരു യോഗ ക്ലാസ്സിൽ, അതായത് പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ഇപ്പൊ പഠിത്തം മതി. പിന്നെ അതിനൊപ്പം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ ഡാൻസിനോ അല്ലെങ്കിൽ പാട്ടിനോ വിടുന്ന ഒരു കാര്യം, ഓക്കെ, കലാവാസന ഒക്കെ വേണം. പക്ഷെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നീന്തൽ പഠിക്കുക എന്നുള്ളൊരു കാര്യം, അത് എനിക്കും ഏറ്റവും ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ചെറുപ്പത്തിലൊന്നും അച്ഛൻ വെള്ളമുള്ള ഒരു ഭാഗത്തേക്ക് വിടില്ല എന്ന് തന്നെയല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, എന്നാ നീന്തൽ പഠിക്കണം എന്നുള്ളൊരു കാറ്റഗറിയിലുള്ള ആളാ. അതുകൊണ്ട് തന്നെ വെള്ളം എനിക്ക് എപ്പോഴും ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തൽ അറിയില്ല ഈ പ്രായത്തിൽ. അപ്പൊ അതെന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എത്ര നല്ല അക്കാദമിക് പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, ഇതിലൊന്നും ഒരു കാര്യവുമില്ല, നിങ്ങൾക്കൊരു നീന്തൽ അറിയില്ലേ, തീർന്നു എന്ന് പറയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർക്ക് പറ്റുന്ന ഇതിൽ തന്നെ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ സഹായിക്കാനായിട്ട് ചപ്പാത്തി പരത്തുമ്പോൾ അത് കുഴച്ചോളം പരത്തിക്കോളാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ നേരെയില്ലാത്ത നേരത്താണ് അവരുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിപ്പണി വരുള്ളൂ. ആയിക്കോട്ടെ, കൊടുത്തേക്കുക. അവരൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ചായ ഇടാനോ അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് പഠിക്കും. അങ്ങനെയുള്ളതൊക്കെ ഒരു സ്കില്ലാണ്, ലേണിംഗ് സ്കില്ലാണ് ഇതെല്ലാം. സ്വന്തമായിട്ട് അതുപോലെ വസ്ത്രം സൂക്ഷിക്കാനായിട്ട്, അത് അലക്കി വൃത്തിയാക്കി തേച്ച് കൊണ്ട് നടക്കാനായിട്ട്. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആവുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് അയൺ ചെയ്യാം അവരുടെ യൂണിഫോം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, വസ്ത്രം ശരിയാണ്, ആദ്യം അലക്കുമ്പോൾ ചെളി പോവില്ലായിരിക്കും, പക്ഷെ പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ്. വീണ്ടും വീണ്ടും അത് ചെയ്തു കഴിയുമ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിക്കോളും. നമുക്ക് ചെയ്തു കൊടുക്കാൻ അറിയില്ലായിട്ടല്ലോ, പക്ഷെ അവരത് പഠിക്കണം. അങ്ങനെ സ്വന്തം നിലയിൽ പ്രാപ്തരായി വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇനി ഇവരെ നമ്മൾ വളർത്തി വിടുന്ന ഈ ലോകം എന്ന് പറയുന്നത് കോമ്പറ്റീഷന്റെ ഒരു യുഗത്തിലേക്കാണ്. ഒരു പ്രൈവറ്റ് ഫേമിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആളുകൾക്കും, അതായത് മുടികൊഴിച്ചിലുമായിട്ടും മറ്റു അനേകം പ്രശ്നങ്ങളായിട്ടും ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന വർക്ക് പ്രഷറിനെ കുറിച്ചാണ്. ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രഷറിനേക്കാൾ ഇരട്ടിയാണ് വർക്ക് പ്രഷർ എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് ഫേം ആണെങ്കിൽ പറയാനുമില്ല, ടാർഗറ്റ് കാര്യങ്ങൾ ഏത് സ്ഥലത്തും അതുണ്ടാകും. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം താങ്ങാനായിട്ട് ചില ആളുകൾക്ക് പറ്റും, പക്ഷെ ചില ആളുകൾക്ക് ഇതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല. ചിലർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും, ചിലർ നാട് വിട്ടു പോകും, ചിലർ നമ്മൾ കഴിഞ്ഞ ഏതോ തവണ ന്യൂസിൽ കണ്ടതാണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ അതുപോലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലെ മാനേജറാണ് ആത്മഹത്യ ചെയ്തത്, വർക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ലൈഫില് പ്രതിസന്ധികളെ ഫേസ് ചെയ്ത് അതിനെ അഭിമുഖീകരിച്ച് തന്നെയാണ് നമുക്ക് ഈ കടമ്പകളൊക്കെ കടന്ന് ജീവിതം എന്ന് പറയുന്ന ഒരു കടമ്പ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഓരോ സ്റ്റേജിൽ അത് എൻജോയ് ചെയ്യാനും പറ്റണം. മെഡിറ്റേഷൻ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ഒക്കെ അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബോഡി മൂവ്മെന്റ് നല്ല രീതിയിൽ വരാൻ വേണ്ടി എക്സസൈസുകള്, യോഗയിലാണ് പല ആസനങ്ങള്, സൂര്യ നമസ്കാരം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാത്തിനും സഹായിക്കുന്ന തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട്. അപ്പോ ഇതെല്ലാം പ്രാണായാമ ശീലമാക്കുന്നത്, ഡെയിലി നമ്മൾ പ്രാണായാമ ശീലമാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ടെൻഷൻ, സ്ട്രെസ് ഇതിനെയൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും വലിയ തിരിച്ചറിവാണ്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓരോ വ്യക്തിയും യൂണീക്കാണ്.
അതുപോലെ തന്നെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ആ ഒരു തിരിച്ചറിവ്. നമ്മൾ നോക്കുമ്പോ എന്താ, ഒരു വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, അല്ലെ, വൈഫുണ്ട്, മക്കളുണ്ട്, എനിക്ക് ഇവരെല്ലാവരും ഉണ്ട്. ആക്ച്വലി ഞാൻ എന്ന് പറയുന്നതിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവെന്ന് പറയുന്നതിനെ നിങ്ങൾ എപ്പോഴും കണക്കാക്കണം. ഒരു ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ സോൾ ആയിട്ട്, അതായത് നിങ്ങളുടെ മനസ്സുമായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തനിയെ ഇരുന്ന് സംസാരിക്കാന്ന് പറയും, അതിന് നമ്മൾ നിശബ്ദമായിട്ട് ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് തിരിച്ചു മറുപടി കൊടുത്ത് അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കൂ, മൈൻഡ്ഫുൾനെസ്സിൽ ഇരുന്ന് നോക്കൂ. അതായത് ഈ നിമിഷം എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന എന്ത് പ്രശ്നവും അത് അല്പായുസേ ഉള്ളൂ, അത് നീണ്ടു നിൽക്കുന്നതല്ല. കാരണം കാലം മായ്ക്കാത്ത മുറിവുകളില്ല. ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ്. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തൊന്നും സ്ഥിരമായിട്ടില്ല. പ്രകൃതി പോലും അതില് പല കാലങ്ങൾ പോലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും, അല്ലെ? മഞ്ഞുകാലം, അതുപോലെ തന്നെ വേനൽക്കാലം, വസന്തകാലം, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യർക്ക് ഉണ്ടാവും മാറ്റങ്ങൾ. ജനിച്ച പോലെ തന്നെയാണോ എപ്പോഴും ഇരിക്കുന്നേ? ഓരോ ഏജിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. എവിടെയാണ് മാറ്റമില്ലാത്തത്? സോ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. ഇന്നൊരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായോ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായോ, നാളെ അത് ഉണ്ടാവില്ല, അത് മാറും. ഈ സമയം ഇപ്പോൾ മാത്രമേ ഉള്ളൂ, അതിനെ ലീവ് ഇറ്റ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഇത് നമ്മൾ ചെറിയ കുട്ടികൾ തുടങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾ, അവർക്ക് ഇത് തിയറിറ്റിക്കൽ അല്ല, പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് എന്താ? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കറിയാം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ്. ഞാൻ എപ്പോൾ ദേഷ്യപ്പെടും, എനിക്ക് എത്രത്തോളം ദേഷ്യം വരും, ദേഷ്യം വന്നാൽ ഞാൻ എന്തൊക്കെ പറയും, സ്നേഹിച്ചാൽ ഞാൻ എത്രത്തോളം സ്നേഹിക്കും, സങ്കടം വന്നാൽ ഞാനത് എത്രത്തോളം എന്നിൽ ആ സങ്കടം നിലനിൽക്കും, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന പോലെ മറ്റൊരാളുടെ ഫീലിങ്സിനെയും കൂടി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിച്ചു. ഈ വിഷമത്തെ നിങ്ങൾക്കറിയാം, ഇതല്ല എന്റെ ലൈഫിൽ വേണ്ടത്, എനിക്ക് സന്തോഷമാണ് വേണ്ടത്. അപ്പൊ ഈ സാഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ നിങ്ങൾക്കൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആക്കി മാറ്റാനുള്ള നിങ്ങളുടെ കഴിവാണ് ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നാളത്തെ നല്ല കാര്യങ്ങൾ, ഇതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ ആലോചിക്കുന്നു. എന്ത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അത് മാത്സിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെയാണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻ നമ്മളാണ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു സംഭവം കേട്ടപ്പോൾ. കാരണം ഇതുപോലെ ഇത് കേൾക്കുന്ന 1-2 പേർക്കെങ്കിലും അവരുടെ മനസ്സും അടുത്ത് ഇതുപോലുള്ള വിഷമങ്ങൾ വരുമ്പോ ഓടിപ്പോയി ജീവിതം അവസാനിപ്പിക്കാതെ നമ്മുടെ ചുറ്റും നമ്മൾ മറ്റുള്ളവരെ കുറിച്ചെന്നുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ചെങ്കിലും ചിന്തിച്ചാൽ മതി. ഇപ്പൊ പറയും എല്ലാവരും, അച്ഛന്റെ അമ്മയൊന്ന് ഓർത്തിരുന്നെങ്കിൽ, അവരുടെ വിഷമം ചിന്തിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാൻ ആരെ കുറിച്ചും ചിന്തിക്കാൻ പറയുന്നില്ല, ആരെ കുറിച്ചും ആ ടൈമിൽ ചിന്തിക്കാം. ആ ടൈമിൽ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മുടെ മനസ്സ് പറയണത് നമ്മൾ കേൾക്കണം. ആ മനസ്സ് പറയുന്ന കേൾക്കണമെങ്കിൽ നമ്മളിലേക്ക് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി എത്രയോ സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, കുറച്ചൊക്കെ ഹൈജീൻ കാര്യങ്ങൾ കൊണ്ടുവരിക, കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക, കുറച്ചൊക്കെ എക്സസൈസ് കാര്യങ്ങൾ വരുത്തുക, ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളെ കുറിച്ച് നല്ല നല്ല ബുക്സ് നിങ്ങൾ വായിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. എപ്പോഴും എന്ത് പ്രശ്നം വന്നിട്ട് ലൈഫിൽ തല പോണ കേസൊന്നും ഇല്ല. അതെന്ത് കടക്കണിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്ത് എന്താണ് ഒരാള് തേച്ചിട്ട് പോണ ഒരു കാര്യമാണെങ്കിലോ, എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഇതല്ല വലുത്, ഇനിയും ഇതിനേക്കാളും വലുത് വരാനുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യുക. കാരണം ഉണ്ടല്ലോ, ഇതൊക്കെ അല്പായുസേ ഉള്ളൂന്നേ. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയങ്ങളെ കുറിച്ച് നമ്മള് പോസിറ്റീവായിട്ട് വരാനിരിക്കുന്ന നല്ല കാലങ്ങളെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരുന്ന മാത്രമല്ല, മെന്റലി നമ്മൾ സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ കുറച്ചൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വരണം. അത് വരണമെന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലി അല്ല, ഈ അനുഭവങ്ങൾ സമ്മാനിക്കണം.
അനുഭവങ്ങൾ സമ്മാനിക്കേണ്ടത് ആരൊക്കെയാണ്? അധ്യാപകർ സമ്മാനിക്കാം, ടീച്ചേഴ്സ്, രക്ഷിതാക്കൾ സമ്മാനിക്കാം. ഇതൊക്കെ ആരാ ഇവരെ ഇങ്ങനെ ആക്കിയെന്നുള്ളതോ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. നമ്മളിലൊക്കെ എത്ര പേരെ തല്ല് കിട്ടാത്തവരുണ്ട്? സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചറിന്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ എത്ര തവണ, അതൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സിലൊക്കെയാണല്ലോ, കൈ പൊട്ടണ രീതിയിൽ ചൂരലിന് അടി കിട്ടിയിട്ടുണ്ട് എനിക്ക്. തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങിച്ചിട്ട് കാരണം എന്താന്ന് പോലും ചോദിക്കുള്ളൂ. പഠിക്കാനായിട്ടല്ലേ കൊണ്ടോ എന്നേ പറയുള്ളൂ. ഇപ്പോഴോ ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ നാളെ അവര് ജയിലിലാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ ഒന്നിനെയും ആരെയും ന്യായീകരിക്കണോ ഒന്നുമല്ല. എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും കാര്യങ്ങളും കാണും. ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുടെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. താങ്ക് യു.